കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്താവിഷയം ദൈവനാമത്തിനു മീതെയുള്ള ദൈവവചനം. സങ്കീർത്തനങ്ങൾ 138:2. ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ചു. നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും. നിന്റെ നാമത്തിനു മീതെ ഒക്കെയും നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് ദൈവത്തിൻ്റെ നാമത്തെക്കാളും വലിയ പ്രാധാന്യമാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. ദൈവം തൻ്റെ വചനത്തെ തൻ്റെ നാമത്തെക്കാളും ഉന്നത പദത്തിൽ വെച്ചിരിക്കുന്നു. ദൈവത്തിന് തൻ്റെ വചനം, അത് ദൈവം സംസാരിച്ചത്, ദൈവത്തിൻ്റെ കീർത്തിയേക്കാളും വലിയ പ്രാധാന്യമാണുള്ളത്. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ നാമം, ദൈവത്തിൻ്റെ കീർത്തി അവൻ്റെ വചനം പോലെ മാത്രം നല്ലതാകുന്നു. ഇതിൻ്റെ ഒരു വിവേകം നമ്മൾ പ്രാപിക്കേണ്ടത് അത്യാവശ്യമാകുന്നു. ദൈവത്തിൻ്റെ കീർത്തി ദൈവത്തിൻ്റെ വചനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ കീർത്തിയും ബഹുമതിയും ഉത്ഭവിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുമാണ്. 2 അതിപ്രധാനമായ ഉൾപ്പെടുത്തലുകൾ ഉണ്ട്. ഒന്നാമതായി, ദൈവത്തിൻ്റെ ഭാഗത്ത്. എന്തുകൊണ്ടെന്നാൽ ദൈവം തൻ്റെ നാമത്തിന് മേലായി ദൈവത്തിൻ്റെ വചനത്തെ ഉയർത്തി. ദൈവം ആയിരിക്കുന്നതിനെ തൻ്റെ വചനത്തിലൂടെ ഉയർത്തിപ്പിടിക്കും. ദൈവത്തിൻ്റെ വചനത്തെ പിന്താങ്ങുന്നത് ദൈവത്തിൻ്റെ തന്നെ സർവശക്തിയെയും സർവവ്യാപകത്വത്തെയും സർവജ്ഞത്വത്തെയുമാണ്. ദൈവം പറഞ്ഞു, എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളും എന്നരുളി ചെയ്തു. യിരെമ്യാവ് 1:12. രണ്ടാമത്തേത്, നമ്മുടെ ഭാഗത്ത്. ദൈവത്തിൻ്റെ നാമത്തെ മാത്രം അറിയുന്നതിനുള്ള പ്രാധാന്യം നാം മനസ്സിലാക്കിയാൽ പോരാ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കണം. നമ്മൾ ദൈവത്തിൻ്റെ നാമത്തെ വിളിക്കുകയും രക്ഷിക്കപ്പെടുകയും ചെയ്തു. റോമർ 10:13. ഇപ്പോൾ നമ്മൾ അവൻ്റെ വചനത്തെ തുടർച്ചയായി അറിയണം. എന്തുകൊണ്ടെന്നാൽ ദൈവം തന്നെ ദൈവത്തിൻ്റെ വചനത്തിന് ദൈവത്തിൻ്റെ നാമത്തെക്കാളും അതിപ്രധാനമായ കീർത്തിയുടെ ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ സ്വഭാവ ഗുണം പോലെ തന്നെ ശക്തമാണ്. എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാനില്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടിരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. തങ്ങളെക്കാൾ വലിയവനെ കൊണ്ടല്ലോ മനുഷ്യർ സത്യം ചെയ്യുന്നത്. ആണ അവർക്ക് ഉറപ്പിനായി സകല വാദത്തിൻ്റെയും തീർച്ചയാകുന്നു. അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിൻ്റെ അവകാശികൾക്ക് തൻ്റെ ആലോചന മാറാത്തത് എന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ചു. ഒരു ആണയാലും ഉറപ്പ് കൊടുത്തു. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടിവന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറവാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. എബ്രായർ 6:11-18 വരെയുള്ള വചനങ്ങൾ. ദൈവം അബ്രഹാമിന് ഒരു വാഗ്ദത്തം ചെയ്തപ്പോൾ ദൈവം തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്താണ് ആ വാഗ്ദത്തത്തെ പിന്താങ്ങിയത്. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും ഞാൻ നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ദൈവം അബ്രഹാമിന് മാറ്റമില്ലാത്ത 2 കാര്യങ്ങൾ കൊടുത്തു. ദൈവത്തിൻ്റെ വാഗ്ദത്തം, അതായത് വചനം, ദൈവത്തിൻ്റെ സത്യപ്രതിജ്ഞ. ഞാൻ ചെയ്യും എന്ന് എപ്പോഴെല്ലാം ദൈവം പറഞ്ഞുവോ, ദൈവം മാറ്റമില്ലാത്ത 2 കാര്യങ്ങളാണ് നമുക്ക് തരുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദത്തവും ദൈവത്തിൻ്റെ സത്യപ്രതിജ്ഞയും. അതായത് ദൈവത്തിൻ്റെ വചനവും ആണ അല്ലെങ്കിൽ ഉറപ്പ് വാക്കും.
ആ വാഗ്ദത്തത്തെ പിന്താങ്ങുവാൻ ദൈവത്തിൻ്റെ എല്ലാ വചനവും സത്യം ചെയ്ത സാക്ഷിമൊഴികളാണ്, മഹിമയുടെ വാക്കുകളാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് ഒരു വാഗ്ദത്തവും ഒരു സത്യപ്രതിജ്ഞയും രണ്ടും ആണ്. ദൈവം തന്നെ കൊണ്ട് തന്നെ ആണയിട്ടു. ദൈവത്തിൻ്റെ ആണയിടലിൻ്റെ സ്ഥിരപ്പെടുത്തൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ തന്നെ സ്വയത്താലാണ്. ദൈവത്തിൻ്റെ സ്വയത്തെ പോലെ മാറ്റമില്ലാത്ത വേറെ യാതൊന്നുമില്ല. എന്തുകൊണ്ടെന്നാൽ അവൻ ദൈവമാകുന്നു. ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ഒരിക്കലും മാറ്റം വരത്തില്ല. ദൈവം പറഞ്ഞു, യഹോവയായ ഞാൻ മാറാത്തവൻ. മലാക്കി 3:6. അതുകൊണ്ട് ദൈവത്തിൻ്റെ എല്ലാ വചനവും പിന്താങ്ങിയിരിക്കുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്വഭാവ ഗുണത്താലാണ്. ദൈവത്തിൻ്റെ സ്വഭാവ ഗുണത്തിൻ്റെ മർമ്മപ്രധാനമായൊരു വീക്ഷണം ദൈവത്തിന് ഭോഷ്ക് പറയുവാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അവൻ ഭോഷ്ക് പറയുവാൻ കഴിയാത്ത ദൈവമാകുന്നു. തീത്തോസ് 1:2. അതുകൊണ്ട് ദൈവം പറയുന്ന എല്ലാ വചനവും സത്യമാണ്. യേശു പറഞ്ഞതുപോലെ നിന്റെ വചനം സത്യമാകുന്നു. യോഹന്നാൻ 17:17. ഭോഷ്ക് പറയുവാൻ ദൈവം ഒരു മനുഷ്യനല്ല, അനുതപിക്കുവാൻ അവനൊരു മനുഷ്യപുത്രനുമല്ല. ദൈവം പറഞ്ഞത് ദൈവം ചെയ്യത്തില്ലയോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? സംഖ്യാപുസ്തകം 23:19. ദൈവത്തിൻ്റെ മാറ്റം വരാത്ത സ്വഭാവ ഗുണത്തിൻ്റെ വീക്ഷണം എന്ന ഒരു സ്ഥലത്ത് വിശ്രമിക്കുവാൻ നാം വരേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് ഒരിക്കലും ഭോഷ്ക് പറയുവാൻ കഴിയത്തില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ദൈവം പറഞ്ഞ ഓരോ വചനങ്ങളും കലർപ്പില്ലാത്ത സത്യമാണ്. ഇത് നമുക്ക് ഉറപ്പ് തരുമ്പോൾ അപ്പോൾ തിരുവെഴുത്ത് പറയുന്നത് പോലെ നമുക്ക് ശക്തിയേറിയ സാന്ത്വനമുണ്ട്. നമുക്ക് ശക്തിയേറിയ വസിക്കുന്ന ബലവും ശക്തിയേറിയ ഉത്തേജിപ്പിക്കലും ഉണ്ട്. ആമേൻ.